നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉവൈനല്ലൂരിലെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ഇന്ന് വളരെ പ്രസിദ്ധമായ, വളരെ വർഷങ്ങളായിട്ട് 2000 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ആനവാൽപ്പിടി ചടങ്ങ്. അത് നമ്മൾ പൊതുജനങ്ങൾ കാണുമ്പോൾ ദൂരെ നിന്ന് ആകർഷിക്കുമ്പോൾ ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അശ്വതി നാളിലെ പൗരാണികമായ ചരിത്രപ്രസിദ്ധമായ പ്രതീകാത്മകമായ ആനവാൽപിടി ഭക്തജന സഹസ്രങ്ങൾക്ക് എന്നും സായുജ്യം നൽകുന്നതാണ്. ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ആ ചടങ്ങിലേക്ക് എത്രയോ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നത്. ഉള്ളിരുകി പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഉള്ളം കൈ നിറയെ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്ന ഭഗവാനാണ് ബാലസ്വഭാവമുള്ള ചൈതന്യമുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭാവങ്ങളിൽ ഏറ്റവും മികവുറ്റ ചൈതന്യമാർന്ന ഭാവം ബാലഭാവമാണ്. ആദിശങ്കരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠയാണ് ബാലമുരുകൻ്റെ ഇവിടെയുള്ളത്. പളനി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഏക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഈ ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തന്നെയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ആനപ്രേമികൾ ക്ഷേത്രത്തിലെ ഒരു ചടങ്ങുകൾക്കും അനുവാദം നൽകാത്ത രീതിയിൽ ക്ഷേത്രങ്ങളിലെ എല്ലാ ചടങ്ങുകളും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ പ്രേമികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാട്ടിലെ ആനകൾ എന്തുമാത്രം പരിക്കുകളോടെ ക്രൂരതയോടെയാണ് മരണം ഏറ്റുവാങ്ങുന്നത്. ഇവരുടെയൊന്നും ശ്രദ്ധ അവിടേക്കെത്താത്ത എന്താണ്? അപ്പോൾ അവരുടെയൊന്നും ലക്ഷ്യം മൃഗസംരക്ഷണമല്ല, ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കുക, ഹൈന്ദവ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ഏക അജണ്ടയുമായി ഇറങ്ങിയിരിക്കുന്നവരാണ് ഈ മൃഗസ്നേഹികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആനയുടെ വാലിലൊക്കെ പിടിച്ചിങ്ങനെ ഓട്ടിക്കുന്നത് മൃഗത്തെ ദ്രോഹിക്കുന്നതായിട്ടല്ലല്ലോ. അതെങ്ങനെയാണ് അത് ആചാരം ഇവിടെ നടപ്പിലാക്കുന്നത്? സുഹൃത്ത്, ഈ ദൃശ്യം മുഴുവൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഭക്തജനം ആനയുടെ വാലിൽ തൊടുന്നതായിട്ടുള്ള ദൃശ്യം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടത്തില്ല. കാരണം പണ്ട് ആനയുടെ പുറകെ ഓടി ആനയുടെ വാലിൽ പിടിക്കുന്ന അത് ഏകദേശം എനിക്ക് തന്നെ ഇപ്പോൾ 59 വയസ്സുണ്ട്. ആ 50 വയസ്സുള്ള ഞാൻ എൻ്റെ ഓർമ്മയിൽ പോലും എനിക്കൊരു 9 വയസ്സ് വരെയൊക്കെയുള്ള സമയത്ത് മാത്രമേ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ 10-50 വർഷമായി ഈ ക്ഷേത്രത്തിലെ ചടങ്ങെന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായി ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് 6 കരകളാണുള്ളത്, 6 ചേരികളാണുള്ളത്. ആ 6 ചേരികളിൽ നിന്നും ഓരോ ഭക്തജനത്തിനെ തിരഞ്ഞെടുക്കും. ചേരിക്കാർ തിരഞ്ഞെടുത്തിരുന്ന ആ ഒരു ഭക്തനായിരിക്കും ആനവാൽപ്പിടി ചടങ്ങിൽ ആ ചേരിയെ പ്രതികരിച്ച് പങ്കെടുക്കുക. അവർ കൊടിയേറ്റ ദിവസം മുതൽ 6 ദിവസം വ്രതം നോറ്റ് കാപ്പുകെട്ട് നിന്നാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങയുടെ ദൃശ്യത്തിൽ ഏതെങ്കിലും ഒരു ദൃശ്യത്തിൽ ഇത് കാണാൻ ഒരു ഭക്തൻ ആനയുടെ വാലിൽ തൊടുന്ന കാണാൻ പറ്റുമോ? ആനയുടെ പുറകിൽ ഓടി കൂപ്പുകൈയോടെ ഓടുന്നത് മാത്രമേ ദൃശ്യത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. ആനപ്രേമികൾ ചെയ്യേണ്ടത് കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കേണ്ട കടമകളാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവരാദ്യം അത് ചെയ്യട്ടെ. എന്തുമാത്രം ക്രൂരമായ അന്ത്യമാണ് ഓരോ കാട്ടാനകൾക്കും മറ്റ് വന്യമൃഗങ്ങൾക്കും ഉണ്ടാകുന്നത്. ഇവരുടെയൊക്കെ ശ്രദ്ധ അവിടെ എത്താത്ത എന്താണ്? അപ്പോൾ ഇവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്കാർക്കും മൃഗസംരക്ഷണമല്ല പ്രധാനം. ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കുക, ഹൈന്ദവ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക. ഈ ഒറ്റ അജണ്ടയുമായി ഇറങ്ങിയിരിക്കുന്ന ഈ ഹൈന്ദവ വിരുദ്ധരെ, ക്ഷേത്ര വിരുദ്ധരെ ഒറ്റപ്പെടുത്തണമെന്നാണ് ഈ ഉപദേശക സമിതിക്ക് പറയാനുള്ളത്. വളരെ 2000-ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ നടന്ന വർഷങ്ങളായിട്ട് വരുന്ന ഒരു ആചാരമാണ് ആനവാൽപ്പിടി എന്നുള്ള ആഘോഷം. ഇത് ബാലസുബ്രഹ്മണ്യനും ഗണപതി ഭഗവാനും വളരെ ബാല്യകാലത്തിരുന്ന സമയത്ത് അവർ തമ്മിൽ കളിച്ചുകൊണ്ടിരുന്ന ആ കളിയിൽ നിന്നുമുള്ള ആചാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഇത്തരമൊരു ആനവാൽപ്പിടി ബാലമുരുകനെ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ വാലിൽ പിടിക്കുന്ന ബാലമുരുകനെ ആ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങ് അമ്പലത്തിൽ നടക്കുന്നത്. ഈ പ്രദേശത്തുനിന്നും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ഇത്തരം ഒരു ചടങ്ങ് കാണാൻ അമ്പലത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് കാലത്തെ എത്തുന്നത്.